ഡിവൈസ് ഉള്ള ആർക്കും ജോയിൻ ചെയ്യാം. ഈവൻ മൈക്ക് ഓപ്പറേറ്റേഴ്സ്, എവരിവൺ. യെസ് യെസ് യെസ്. ദിസ് ഈസ് ഗെയിം പിൻ 7606377. ഓൺലി 10 ക്വസ്റ്റ്യൻ. സ്വന്തം പേര് കയറണം കേട്ടോ. സ്വന്തം പേരിൽ ഫുൾ പേരടിച്ച് കയറണം കേട്ടോ. ഫുൾ പേരടിച്ച് കയറുക. ഫുൾ പേര് ക്ലിയർ ആയിട്ട് അടിച്ച് കയറണം. യെസ് യെസ്. 31 participants, 35, 36, 39 participants, 40 participants, 42, 43. Then next 43 participants less. സിമ്പിൾ ആണ്, ഒരു ടഫും ഇല്ല. ഇതൊരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലൊരു പക്ഷേ നിങ്ങൾക്ക് എല്ലാ ആൻസർ അറിഞ്ഞിരിക്കാം. പക്ഷേ ഏറ്റവും പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്ന ആരാണോ അവരായിരിക്കും പോയിന്റ് കയറി വരിക. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യുക. എല്ലാം സിമ്പിളായ ചോദ്യങ്ങളാണ്. ചില ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. 43 ആൾ കൂടാണ്. ഇനി ആരും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടോ? ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. 1, 2, 3, 4, 5. പെട്ടെന്ന് ആയിക്കട്ടെ. 43. ടീച്ചേഴ്സ് റെഡി അല്ലേ? ടീച്ചേഴ്സ് ആയിരിക്കോ, കുട്ടികളായിരിക്കോ, പാരൻസ് ആയിരിക്കോ, അല്ലെങ്കിൽ മൈക്രോ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കോ? നോക്കാം ആരായിരിക്കാം ഫൈനൽ വിന്നർ എന്ന് നോക്കാം. 43. കുഴപ്പമില്ല. ആയവരൊന്ന് അപ്പുറത്തേക്കൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി കേട്ടോ. ആയവരൊന്ന് അപ്പുറത്തേക്ക് ഹെൽപ്പ് ചെയ്താൽ മതി. 43. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇനി വൈകി വരുന്നവർ എന്ത് ചെയ്താൽ മതി? വൈകി വരുന്നവർ നിങ്ങൾക്ക് നമ്പർ അവിടെ തന്നെ കാണുന്നുണ്ടാവും. നമ്പർ അടിച്ച് നിങ്ങൾക്ക് കയറാം. ഓക്കെ സർ. ആണോ? 43 100 പോകേണ്ടതാണല്ലോ. ഓക്കെ യെസ്, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമീർ പാടായിട്ടുണ്ട്. ഓക്കെ സർ, പ്ലീസ് സ്റ്റാർട്ട്. Yeah, question will be coming. 3, 2, 1. നോക്കാം, സ്ക്രീൻ നോക്കണം. നിങ്ങൾ ബോളിൽ വരുന്നുണ്ട്. മനുഷ്യരീതിയിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഓപ്ഷൻ എ കരൾ, ഹൃദയം, തൊലി, ശ്വാസകോശം. 25 ആൻസേഴ്സ്. 24 സെക്കൻഡ്സ്. 22, 21, 20. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കുറച്ച് സമയം വെച്ചതാണ്. 42 പേര് ഇപ്പോൾ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ തൊലി എന്നുള്ളതാണ്. ഐ തിങ്ക് 39 ആൾക്കാരും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോഡിയെ കുറിച്ച് നമുക്ക് അറിയാം. ഒന്ന് ക്ലാപ്പ് ചെയ്തോളൂ. ഇത്രയും ബിഗ് ആൻസേഴ്സാണ് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ റൈറ്റ്. നെക്സ്റ്റ്. ഓക്കെ ഇപ്പോൾ അല്ലേ ലീഡിങ്ങിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് ചാടി കയറി ക്ലിക്ക് ചെയ്തോണം. അപ്പോൾ എന്തായാലും സൈബിന് സമയമാണോ? യെസ്, ടീച്ചർമാർ വിട്ടുകൊടുക്കില്ല, തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടീച്ചേഴ്സ് ആണോ, പാരൻസ് ആണോ, അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കോ? സഹ്ല, ആയിഷ, റിദ, റസാൻ, റിഷാൻ. വെരി ഗുഡ്. ഓക്കെ ദെൻ പ്ലീസ്. ഇപ്പോൾ ടീച്ചറാണ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽ നിലവിൽ വന്ന സിറ്റി ഏതാണ്? ഓപ്ഷൻസ് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശ്ശൂർ. 17 സെക്കൻഡ് ഉള്ളൂ. 40 ആൾക്കാർ ആൻസർ ചെയ്തിട്ടുണ്ട്. യെസ്, കൊച്ചിയാണ്. 36 പേരും കറക്റ്റായി ചെയ്തിട്ടുണ്ട്. 5 പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിവേ ഒരു ഭൂരിഭാഗം ആൾക്കാരും കറക്റ്റായിട്ടുള്ള ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗൈൻ സൈബുന്നിസമം. അഗൈൻ വാവ്, നോട്ട് സൈബു. വേറെ സൈബ് ഉണ്ടോ? ഓ വെരി ഗുഡ്. ആൻഡ് യെസ്, ദ നെക്സ്റ്റ് വൺ സർ പ്ലീസ്. റിഫാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ വെരി ഗുഡ്. ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? നരേന്ദ്രമോദി, ദ്രൗപദി മുർമു, ജഗ്ദീപ് ധൻഖർ, രാംനാഥ് കോവിന്ദ്. ദ്രൗപദി മുർമു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എനിവേ ഭൂരിഭാഗം ആൾക്കാരും കറക്റ്റായി എഴുതിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ നെക്സ്റ്റ്. ഓക്കെ, സൈബ് വിട്ടുകൊടുക്കുന്നില്ല. ഓക്കെ, സൈബ് നിസ മാമിന്റെ ഫോൺ വേറെ ആൾ ഉപയോഗിക്കണം. എനിവേ ദെൻ ആയിഷ, റിദ, ഷാഹുൽ ഹമീദ്. ഓക്കെ, എനിക്ക് നമ്മളെ PTA മെമ്പർ. യെസ്, വെരി ഗുഡ്. തേർഡിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ ദെൻ നോക്കാം നെക്സ്റ്റ് വൺ. ഓക്കെ, ഡബിൾ പോയിന്റ്സ് കിട്ടുന്നുണ്ടോ? ഇരട്ടി പോയിന്റ് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളതാണ്.
അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് വിളിക്കുന്നു. അദ്ദേഹം ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതി ആയിരുന്നു. റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? കുറച്ച് കത്തൂല്ലേ? ഓക്കെ, എന്തായാലും അങ്ങനെ മിക്സ്ഡായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം ഇന്ത്യയുടെ എന്തായിരുന്നു? പ്രസിഡന്റ് ആയിരുന്നു. റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പം ഷാഹുൽ ഹമീദ് നമ്മളെ PTA മെമ്പറാണ്. അദ്ദേഹം ലീഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൈബു താഴോട്ട് പോയിട്ടുണ്ട്. എനിവേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ സാർക്ക് അംഗരാജ്യങ്ങളിൽ ഒരു രാജ്യം കാണാനില്ല. ആ രാജ്യം കണ്ടെത്തണം കേട്ടോ. സാർക്ക് രാജ്യങ്ങൾ അതിൽ കൊടുത്തത് ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ശ്രീലങ്ക ഉണ്ട്, നേപ്പാൾ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. അതിൽ ഒരെണ്ണം മിസ്സാണ്. ഏതാണ് അതെന്നുള്ളതാണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്നാണ് സാർക്കിന്റെ കംപ്ലീറ്റ്. ഇതിലേതാണ് ആ ഒരെണ്ണം മിസ്സായിട്ടുള്ള എന്നുള്ളതാണ്. ഓക്കെ, ടൈം ഈസ് ഓവർ. ഓക്കെ, മ്യാൻമറും മാലദ്വീപും ഈക്വൽ ആയിട്ട് എഴുതിയ ആൾക്കാരുണ്ട്. മാലദ്വീപാണ് ഇറ്റ്സ് റൈറ്റ് ആൻസർ. ഓക്കെ, 15 പേര് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഷാഹുൽ ഹമീദ് അവിടെ പോയിരിക്കും. സ്മിത മാം, വാവ്, യാ, വെരി ഗുഡ്. ടീച്ചർമാരൊറ്റും റസീന അലിയാണ് നമ്മുടെ ആക്റ്റീവ് PTA. വാവ്, വെരി ഗുഡ്. ആൻഡ് ഷാഹുൽ ഹമീദ്, അലി അക്ബർ, നൗഷിദ ഇസ്. ഓക്കെ, ഇതാണ് നമ്മളെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഷാഹുൽ ഹമീദ് എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തെ മുമ്പേ ടോപ്പ് 5-ലുണ്ട്. എനിവേ, സ്മിത മാം ഹാസ് ദി ഹയസ്റ്റ് ആൻസർ സ്ട്രൈക്ക് ഓഫ് 5. എല്ലാ ആൻസറും കറക്റ്റായിട്ട് പെട്ടെന്ന് വന്നിട്ടുണ്ട് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വൺ പ്ലീസ്. ലോക പരിസ്ഥിതി ദിനം ഓരോ വർഷവും മെയ് 1-നാണ് ആചരിക്കുന്നത്. ഇറ്റ്സ് ഇറ്റ് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്? ഇറ്റ് ഈസ് ഫാൾസ്. എപ്പോഴാണ്? ജൂൺ 5-നാണ് അല്ലേ? റൈറ്റ്. ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ആരായിരിക്കാം? സ്മിത മാം ഇല്ല, വിട്ടുകൊടുക്കുന്നില്ല. ഷാഹുൽ ഹമീദ് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ടോപ്പ് 5-ൽ നിന്ന് മാറുന്നില്ല. സഹല ഇടയ്ക്ക് വരുന്നുണ്ട്. എനിവേ, മുഹമ്മദ് അഫ്സൽ കുറെ കയറി വരുന്നുണ്ട് 3 സ്ഥലങ്ങളിലോട്ടും. ഓക്കെ, പോയി നോക്കാം. JRC എവിടെ? അമാന മാം എവിടെ? യാ, JRCയുടെ ഫുൾ ഫോം ആണ്. നമ്മളെ കുട്ടികൾ ഇപ്പം അടുത്ത് പോയിരുന്നു. പൂക്കോട്ടൂർ പഞ്ചായത്തിൽ നമ്മളെ കുട്ടികൾ അമാന മാമിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് അവിടെ വീൽ ചെയർ കൊടുത്തിരുന്നു. ഓക്കെ, JRCയുടെ പൂർണ്ണനാമം എന്താണ്? അമാന മാം, വാട്ട് ഈസ് ദ ഫുൾ നെയിം ഓഫ് JRC? നിങ്ങളെ മക്കളൊക്കെ ഓൾമോസ്റ്റ് കുട്ടികളും JRCയിലുണ്ട്. അപ്പോൾ എന്താണ് JRC എന്ന് അറിഞ്ഞിരിക്കണം. കുട്ടികൾ JRC നാളെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേ എന്താണ് JRC എന്ന് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് ആളുകളും കറക്റ്റായി എഴുതിയിട്ടുണ്ട്. ജൂനിയർ റെഡ് ക്രോസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. വെരി ഗുഡ്. അപ്പം കുട്ടികൾ ഇടപെടുന്ന മണ്ഡലങ്ങളും ഇടപെടലുകളൊക്കെ എന്താണെന്ന് അറിയുന്നുണ്ടെന്ന് അർത്ഥം. വെരി ഗുഡ്. ആൻഡ് സ്മിത മാം ഒരു നിലക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. 7000 പോയിന്റ് ആകെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, സ്മിത മാം. ആൻഡ് ബാക്കിയുള്ള എല്ലാവരും 6000 പോയിന്റുമായിട്ട് പട്ടികയിലുണ്ട്. ഓക്കെ, മിഷാൽ കയറി വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ. കേരളത്തിലെ സ്കൂളുകളിൽ എത്ര പേർക്ക് സ്കൂളുമായി സംബന്ധമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കേട്ടോ. കേരളത്തിലെ സ്കൂളുകളിൽ മിഡ് ഡേ മീൽ പദ്ധതി പ്രധാനമായും ഏത് വിദ്യാർത്ഥികൾക്കാണ്? ഒക്കെ നമ്മളിപ്പോൾ അടുത്ത് നടന്ന ഒരു ഫുഡ് ഫെസ്റ്റിവലൊക്കെ ഉണ്ട്. അതിന് ഭാഗമായിട്ട് പിന്നെ ഏറ്റവും മികച്ച ഫണ്ടുകൾ ഏറ്റമാക്കിയ 5th A ടീച്ചറും കുട്ടികളാണ് ഇരിക്കുന്നത്. ഇനി എന്തായാലും അതുമായി ജസ്റ്റ് കൊടുത്തു മാത്രം. ഓക്കെ, ഇല്ല, ഇപ്പോഴും കണക്ഷൻ ഇല്ലാത്ത ടീച്ചർ ഒരു 13 ആൾക്കാർ എഴുതി കൊടുത്തിട്ടുണ്ട്. UP വിദ്യാർത്ഥികൾക്ക് അങ്ങനെ സർക്കാരിൻ്റെ ഫ്രീ ഫുഡ് അവൈലബിലിറ്റി ഇല്ല കേട്ടോ, LP മാത്രമാണ്. ഓക്കെ, യെസ്. 29 സ്മിത മാം, യെസ്, 8000 പോയിന്റുമായിട്ട് സ്മിത മാം വീണ്ടും ലീഡിങ്ങിലാണ്. ഷാഹുൽ ഹമീദും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, സെക്കൻഡ് പൊസിഷനിലുണ്ട്. ദെൻ ബാക്കിയുള്ള എല്ലാവരും ഇതുണ്ട്. അലി അക്ബർ ആരാണ്? കുറെ നേരം കാണുന്നു. വെരി ഗുഡ്. യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ UP എന്നത് എന്തോ? നമ്മളെ മക്കളൊക്കെ KG LP UP ഒക്കെ പഠിച്ചു വരുന്നുണ്ട്. എന്താണ് UP? യെസ്, യൂണിവേഴ്സിറ്റി പ്രോഗ്രാം, അപ്പർ പ്രൈമറി, യൂണിഫൈഡ് പ്രോഗ്രാം, അപ്പർ പബ്ലിക്. ഇതെങ്ങനെ നമ്മൾ തെറ്റിച്ചാൽ കഴിഞ്ഞില്ലേ? നമ്മളെ മക്കളൊക്കെ LP UP ഒക്കെ നമ്മളും പഠിച്ചു വന്നതാണ്. നോക്കാം. യെസ്, 2-3 ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആൾക്കാരും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പർ പ്രൈമറി, ലോവർ പ്രൈമറി എന്നൊക്കെയാണ് LP UPയുടേത്. ഓൾമോസ്റ്റ് ആൾക്കാരും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ. സർ പ്ലീസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് ലീഡ് ചെയ്യുന്നത്? സ്മിത മാം അഗൈൻ. നിങ്ങൾ കൊണ്ടുപോകുന്നതാണല്ലോ. ഓക്കെ, 9000 പോയിന്റുമായിട്ട്. എങ്ങനെ
സഹല. ആരാണ് സഹല? ആരാണെന്ന് റൈസ് ചെയ്തേ. വാ വാ വാ, കുറെ നേരം ടോപ്പ് 5 ഉണ്ട്. യെസ്. ഈ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള കേട്ടോ. ഇത് ഭയങ്കര ഒരു കോളിളക്കം സൃഷ്ടിക്കപ്പെട്ട ഒരു പിക്ചറായിരുന്നു, കുറച്ച് മുമ്പുള്ളതാണ്. എന്താണ് എന്നുള്ളത് പിക്ചർ നിങ്ങൾ ഫോണിൽ കാണുന്നില്ലേ? പിക്ചർ കാണുന്നില്ലേ? ഓക്കെ, യെസ് യെസ്. അപ്പം ഇത് പോലെ ഇത് ബീഹാറിൽ SSLC എക്സാം നടക്കുന്ന സമയത്ത് പാരൻസ് വന്നിട്ട് കുട്ടികൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെയൊക്കെ മുകളിൽ കയറി നിന്നിട്ട് ആൻസർ പറഞ്ഞു കൊടുക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അപ്പം അത്രയും ഭയങ്കര ഒരു വിവാദമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇത്. അപ്പം പരീക്ഷ സമയത്ത് ക്രമക്കേടാണ് ആ പിക്ചർ. എത്ര പേര് കറക്റ്റ് ചെയ്തിട്ടുണ്ട്? 16 പേര്. ഓക്കെ, ഈക്വലി. യെസ്. ദെൻ സ്മിത മാം, ടീച്ചർ അല്ലേ, ഇപ്പം വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഓക്കെ, 9000 പോയിന്റുമായിട്ട് 3 പേരെത്തിണ്ട്. ആലിയ അക്ബർ ആരായിരുന്നു പറഞ്ഞ്? ഓക്കെ, വെരി ഗുഡ്. ആൻഡ് ഐശ്വര്യത നമ്മളെ കുട്ടിയാണ്. ദെൻ മിന്ന ഫാത്തിമ എന്താ റൈസൻ്റെ? മിന്ന സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, ജമീല ആദ്യമായിട്ട്. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് ഓക്കെ, മുഹമ്മദ് അഫ്സൽ നേരത്തെയും ഇപ്പോഴൊക്കെ കാണുന്നുണ്ട്, തൊട്ട് പിറകിലുണ്ട്, ടോപ്പ് 5 എത്തിയിട്ടില്ല, എത്താൻ നിൽക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലസ് സർ പ്ലീസ്. ഇനി 2 ക്വസ്റ്റ്യൻ മാത്രമേ ബാക്കിയുള്ളൂ. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിലുള്ള കെട്ടിടം ആദ്യം പള്ളിയായിരുന്നു, പിന്നീട് മ്യൂസിയമായി, പിന്നീടും വീണ്ടും പള്ളിയായി, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ലോകത്തിൽ അറിയപ്പെട്ട ഒരു സ്ഥാപനമാണ്, ഒരു ബിൽഡിംഗ് ആണ്. ഇത് എവിടെയാണ് എന്നുള്ളതാണ്. ഫോട്ടോ വരുന്നില്ല, ടൈം. ഓക്കെ, നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഫോൺ ഫീച്ചർ അവൈലബിലിറ്റി കിട്ടും. ഓക്കെ, ഇത്തരം ഹയാ സോഫിയ എന്നൊക്കെ പറയും, തുർക്കിയിലുള്ള ഒരു പള്ളിയാണ് അത്. പിന്നെ മ്യൂസിയമായി, പിന്നീട് വീണ്ടും അത് പള്ളിയായി, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവയെ 17 പേര് റൈറ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ആൻഡ് നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ലാസ്റ്റ് വരെ സ്മിത മാം 10,000 പോയിന്റുമായി. വെരി ഗുഡ്. ആൻഡ് സഹില നേരത്തെ ഉണ്ടായിരുന്നു, ഷാഹുൽ അമീദ് PTA മെമ്പറാണ്. ഓക്കെ, ഐഷറിത സൈബു വീണ്ടും ഫസ്റ്റിലുണ്ടായിരുന്നു, തിരിച്ചു വരുവാണ്. നോക്കാം. ഫാസില കേരള, ഫാസിലക്കെ പിറകിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ക്രൈസൻ്റെ ഫാസിലക്കെ. വാ, ഓക്കെ. യെസ്. ഇവൻ്റെ ഉമ്മയാണോ? ഹാനിയുടെ ഉമ്മയാണ്. ഓക്കെ, ഹാനി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രമുഖ സാങ്കേതിക കമ്പനികളിലൊന്നായ ഈ സ്ഥാപനം 1975 സ്ഥാപിതമായിട്ടുള്ളത്. ലോഗോ കാണിക്കുന്നുണ്ട്. ഈ ലോഗോ ഏത് കമ്പനിയുടേതാണെന്നുള്ള കേട്ടോ. വെരി സിമ്പിൾ. എല്ലാവരും IT ലോകത്തിലാണ്. അപ്പോൾ IT പരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്കിലും മോശമല്ലേ? അപ്പോൾ എന്തായാലും 10 സെക്കൻഡിനുള്ളിൽ തന്നെ എല്ലാവരും ഓൾമോസ്റ്റ് ആൾക്കാർ ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. തെറ്റിച്ച ആൾക്കാരുണ്ട് അല്ലേ? മൈക്രോസോഫ്റ്റ് ആണ് റൈറ്റ് ആൻസർ. അപ്പം നമുക്ക് പോലെ 35 പേരും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പം ഇനി നെക്സ്റ്റിലേക്ക് പോകല്ലേ? അപ്പം ഇത്രയും ആൾക്കാർ ഗംഭീരമായി പങ്കെടുത്തു. 43 ആൾക്കാർ ഫസ്റ്റ് മുതൽ ഉണ്ടായിരുന്നു. ഏകദേശം ആ ആളുകൾ തന്നെ ഏകദേശം അവസാനം വരെ ഉണ്ട്. ഇപ്പം എന്തായാലും മത്സരത്തിൽ ഗംഭീരമായി പങ്കെടുത്തു. ഇനി മത്സരം ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആരാണ് ഇതിലെ ടോപ്പ് 5 എന്ന് പ്രഖ്യാപിക്കാൻ പോവാണ്. ആ ടോപ്പ് 5-നുള്ള അവാർഡൊക്കെ ഒന്ന് നമുക്ക് മുന്നിൽ എടുത്തു വെക്കാം അല്ലേ? റെഡിയാണല്ലോ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇതിലെ വിന്നേഴ്സ് ആയിട്ടുള്ള ആദ്യ 3 സ്ഥാനക്കാർക്കുള്ളതും അതോടൊപ്പം നേരത്തെ നമ്മുടെ കുട്ടികൾക്ക് നടന്ന ക്വിസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ഉണ്ടായിരിക്കും. അതോടുകൂടി നമ്മളെ പ്രോഗ്രാം അവസാനിക്കും. അപ്പം ഇനി പോഡിയം കാണാൻ പോവാണ്. പോഡിയം മീൻസ് ടോപ്പ് 5 ആരായിരിക്കാമെന്ന്. ലെറ്റ്സ് സീ. സർ പ്ലീസ്. യെസ്, ആരായിരിക്കാം? തേർഡ് പ്രൈസ് ഗോസ് ടു ഷാഹുൽ ഹമീദ്. പ്ലീസ് സർ, പ്ലീസ് സർ, പ്ലീസ് ടു സ്റ്റേജ്. സെക്കൻഡ് പ്രൈസ് സഹല കുറെ നേരമായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് ടോപ്പ് 5 സ്മിത മാം. അപ്പം ടീച്ചേഴ്സും കുട്ടികളും പാരൻസും തമ്മിലുള്ള മൈക്രോ ഓപ്പറേഷൻസ് ഉൾപ്പെടെയുള്ള ഈ ഒരു പങ്ക പോരാട്ടത്തിൽ വിന്നേഴ്സ് ആയിട്ടുള്ളത് എഗെയിൻ ടീച്ചർ തന്നെയാണ്. ടീച്ചേഴ്സിന്റെ അറിവിന്റെ മാസ്മരിക ഗീതത്തിൽ ടീച്ചേഴ്സിന് വെല്ലാൻ പാരൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർ റെഡി ഒരുക്കമല്ല. രണ്ടുപേരും ഒരുമിച്ച. ഓ ഓക്കെ. ഇനി എന്തായാലും നമുക്ക് ആ പോഡിയം തേർഡ് ആൻഡ് ഫോർത്ത് കാണിച്ചിരുന്നു. ഫോർത്ത് ആരെന്ന് പറയാമോ? ഫോർത്ത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. ഫോർത്ത് പൊസിഷൻ വന്നിട്ടുണ്ടാവും. ആരാണ് ഫോർത്ത് പൊസിഷൻ? നിങ്ങളുടെ ഫോണിൽ കണ്ടിട്ടുണ്ടാവും. ഇല്ല, ഫിഫ്ത്ത് കാണിക്കുന്നുണ്ടോ ആരെങ്കിലും ഫോണിലും? നിങ്ങൾക്ക് എത്ര പൊസിഷൻ കാണിക്കുന്നുണ്ട്? ആരാണ് പേര്? ഓക്കെ. എനിവേ നമുക്ക് എന്തായാലും ഫസ്റ്റ് നിങ്ങൾ ക്ലബ്ബായിട്ടുണ്ടായില്ലേ? ഓക്കെ. സമ്മാനം പങ്കിട്ടെടുക്കലുണ്ടാവില്ല കേട്ടോ. ഓക്കെ. എന്തായാലും നമുക്ക് നമ്മുടെ വിന്നേഴ്സിനൊന്ന് ഉഗ്രൻ ക്ലാപ്പ് കൊടുത്തുന്ന വേദിയിലേക്ക് കാണിച്ച്.
അപ്പോൾ എന്തായാലും മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു ഷാൽക്ക? അടിപൊളിയായിരുന്നു. മുമ്പ് ഈ ഇതിൽ കയറിയിട്ട് പങ്കെടുത്തില്ല, ഇതിൽ കയറിയിട്ട് പങ്കെടുത്തില്ല. അപ്പോൾ ആദ്യത്തെ അനുഭവം തന്നെയാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് HMന് സ്പെഷ്യൽ താങ്ക്സ്. എങ്ങനെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് MIC ആയിട്ടുള്ള ബന്ധം 1999 തുടങ്ങിയതാണ്. ഞാൻ LKG മുതൽ 10th വരെ ഈ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാലത്തിനടുക്ക് ഇങ്ങനൊരു ലൈവ് ക്വിസ് പ്രോഗ്രാം സ്കൂളിൽ വെച്ച് ഉണ്ടായിട്ടില്ല. ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. താങ്ക് യു സർ. ഇപ്പം ഇതിൽ ഇത്രയും പാരൻസ് ഉണ്ട്, മൈക്രോ പ്ലേയേഴ്സ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ടീച്ചേഴ്സ് തന്നെയാണ് അവസാനം പിന്നെ എന്താണ്? ഗുഡ് ഈവനിങ്. ഞാൻ ആദ്യം വിചാരിച്ച ടീച്ചേഴ്സിന് ഇല്ല ഈ കോമ്പറ്റീഷൻ എന്നാണ്. പിന്നെ സാറ് പറഞ്ഞപ്പോൾ പിന്നെ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എൻ്റെ കൂടെ മുസ്ലിം ടീച്ചറും ഹെൽപ്പിനുണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടിയതാണ്. എനിവേ താങ്ക് യു സർ ആൻഡ് ടീം. ഓക്കെ. എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഓക്കെ, നമുക്ക് സമയം വേണ്ടിപ്പിന്നില്ല. നമുക്ക് 9:15 അപ്പോൾ എന്തായാലും നമുക്ക് വിന്നേഴ്സിനുള്ള ഒരു സർട്ടിഫിക്കറ്റ്സ്, സോറി ഒക്കെ ഫസ്റ്റാണ്. Second prize goes to Mrs. Sahila. And third prize goes to Shahul Hamid. Sir, please.